സ്വർണ്ണവില കുതിച്ചുയരുകയാണ്. ഇനിയും സ്വർണ്ണവില ഉയരാൻ തന്നെയാണ് സാധ്യത. വില വർദ്ധിച്ചതോടെ കള്ളന്മാരുടെ ശല്യവും വർദ്ധിച്ചു വരികയാണ്. അതിനാൽ സ്വർണ്ണ ബാങ്ക് ലോക്കറിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം. സ്വർണ്ണവില കഴിഞ്ഞ ഒരു വർഷമായി കുതിച്ചുയർന്ന് ഏവരെയും ഞെട്ടിക്കുകയാണ്. ഇന്നൊരു പവൻ സ്വർണത്തിന് പണിക്കൂലിയടക്കം 1,30,000-ത്തിനടുത്ത് നൽകിയാൽ മാത്രമാണ് കയ്യിൽ ലഭിക്കൂ. 2025 ജനുവരിയിൽ വെറും 50,000 രൂപയായിരുന്ന പവൻ വിലയാണ് ഇങ്ങനെ റെക്കോർഡ് കുതിപ്പിലെത്തി ഇരട്ടിയിലധികം രേഖപ്പെടുത്തി ഞെട്ടിക്കുന്നത്. ഇനിയും സ്വർണ്ണവില കുത്തനെ ഉയരാൻ തന്നെയാണ് സാധ്യതയെന്നാണ് ആഗോള വിപണി വിദഗ്ധർ പറയുന്നത്. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഈ വിലക്കയറ്റം. അങ്ങനെ തുടർന്നാൽ സ്വർണ്ണവില പവന് 2 ലക്ഷത്തിന് മുകളിലേക്ക് പോയാലും അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക്, സ്വർണം എന്നും ഒരു വികാരം തന്നെയാണ്. അരപ്പവൻ സ്വർണമെങ്കിലും സ്വന്തമായി വേണമെന്ന് എത്ര പാവപ്പെട്ടവനും ആഗ്രഹിക്കും. പ്രത്യേകിച്ച് ഒരു വ്യക്തിക്ക് എത്ര സ്വർണം വാങ്ങാം അല്ലെങ്കിൽ കൈവശം വയ്ക്കാം എന്നതിന് ഇന്ത്യയിൽ നിയമപരമായ പരിധികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പലരും ഒരു നിക്ഷേപം എന്ന രീതിയിൽ സ്വർണം വാങ്ങി കൂട്ടുന്ന പതിവ് കാഴ്ചയുണ്ട്. പക്ഷേ ആദായ നികുതി വകുപ്പ് ചില മാർഗനിർദ്ദേശങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതനുസരിച്ച് വ്യക്തികൾ കൈവശമുള്ള സ്വർണത്തിന്റെ രേഖകൾ സൂക്ഷിക്കുകയും ആവശ്യമെങ്കിൽ വെളിപ്പെടുത്തുകയും ചെയ്യണം. അതേസമയം സ്വർണ്ണവില വർദ്ധിച്ചതോടെ സ്വർണം കട്ടുകൊണ്ടുപോകുന്ന കേസുകൾ വർദ്ധിച്ചു വരികയാണ്. കള്ളന്മാരെ ഭയന്നാണ് ഇപ്പോൾ മിക്കവരും സ്വർണം സൂക്ഷിക്കുന്നത്. സ്വർണം ധരിച്ചു നടക്കാൻ പോലും പേടിയാണ്. വീട്ടിൽ സൂക്ഷിച്ചാൽ അതിലേറെ ഭയം. മിക്കപ്പോഴും മോഷണ കേസുകൾ വർദ്ധിക്കുന്നതായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എങ്ങനെയാണ് ഇക്കാലത്ത് സ്വർണം സുരക്ഷിതമായി സൂക്ഷിക്കുക എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അതിൽ ബാങ്ക് ലോക്കറുകളാണ് ഭൂരിഭാഗം പേരും ആശ്രയിക്കുന്നത്. അതായത് സ്വർണം സുരക്ഷിതമായി സൂക്ഷിക്കുന്ന കാര്യത്തിൽ വൻ വെല്ലുവിളിയുള്ളപ്പോൾ ബാങ്ക് ലോക്കറുകളെയാണ് തിരഞ്ഞെടുക്കുന്നത്. ലോക്കർ വാടക കൃത്യമായി അടച്ചാൽ ഉത്തരവാദിത്തം കഴിഞ്ഞെന്നും സ്വർണം സുരക്ഷിതമാണെന്നും നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം ലോക്കറിന്റെ വാടക കൊടുത്തതു മാത്രം കൊണ്ട് സ്വർണത്തിന് സുരക്ഷ ലഭിക്കില്ല. ലോക്കറിലുള്ള സ്വർണം നഷ്ടമായാൽ ബാങ്കുകൾക്കുള്ള ബാധ്യത എന്നു പറയുന്നത് പരിമിതമാണ്. തീപിടുത്തം, മോഷണം, ബാങ്ക് ജീവനക്കാർ നടത്തുന്ന തട്ടിപ്പുകൾ എന്നിവ മൂലം ലോക്കറിലെ സാധനങ്ങൾ നഷ്ടപ്പെട്ടാൽ ബാങ്ക് നൽകുന്ന പരമാവധി നഷ്ടപരിഹാരം ലോക്കറിന്റെ വാർഷിക വാടകയും 100 മടങ്ങ് മാത്രമായിരിക്കും. അതായത് 2,000 രൂപ വാർഷിക വാടക നൽകുന്ന ലോക്കറിലാണ് സ്വർണം സൂക്ഷിച്ചതെങ്കിൽ ബാങ്കിൽ നിന്ന് ലഭിക്കാവുന്ന പരമാവധി നഷ്ടപരിഹാരം 2 ലക്ഷം രൂപ മാത്രമാണ്. ഇന്നത്തെ വിപണി അനുസരിച്ച് 2 പവൻ സ്വർണത്തിന്റെ മൂല്യം പോലും അതിനില്ല എന്നർത്ഥം. മാത്രമല്ല, RBI നിർദ്ദേശമനുസരിച്ച് ബാങ്കുകൾ യാതൊരു കാരണവശാലും ലോക്കർ ഉടമകൾക്ക് ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങളോ നേരിട്ടോ അല്ലാതെയോ വാഗ്ദാനം ചെയ്യാൻ പാടുള്ളതല്ല. ലോക്കറിനുള്ളിൽ ഉപഭോക്താവ് എന്താണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ബാങ്കിന് അറിവില്ലാത്തതിനാലാണ് ഇൻഷുറൻസ് നൽകാൻ സാധിക്കാത്തത്. അതേസമയം ബാങ്ക് ലോക്കറിലെ സ്വർണത്തിന് സുരക്ഷ ഉറപ്പാക്കാൻ ഉപഭോക്താക്കൾക്ക് വ്യക്തിപരമായി ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും. കൂടാതെ ലോക്കറിന് പകരമായി സ്വർണത്തിന്റെ മൂല്യം പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഗോൾഡ് ഓവർഡ്രാഫ്റ്റ് മികച്ച ഒരു ഓപ്ഷനായിട്ട് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. സ്വർണം നിക്ഷേപമായി കാണുന്നവർക്കാണ് ഈ രീതി കൂടുതൽ അനുയോജ്യമാകുന്നത്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.